എന്നിരുന്നാലും കയ്പായിരുന്ന ജീവിതങ്ങളെ മധുരമാക്കാൻ കഴിയുന്ന ദൈവം നമ്മുടെ കൂടെ ജീവിക്കുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, നവോമി പറയുക, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു, എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി, പക്ഷെ ആ ദൈവം അവൾക്ക് വേണ്ടി എല്ലാം മടക്കി കൊടുത്തു. പുതിയ നിയമത്തിൽ യേശു കർത്താവ് സൗഖ്യമാക്കിയ ഒരു മനുഷ്യനുണ്ട്. ഒരു ദേശത്തിന് ഭയം ജനിപ്പിച്ച, ശവക്കല്ലറയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. അവന്റെ ജീവിതമേ കയ്പായിരുന്നു. ഒരു ചെറുപ്പക്കാരനാണ്, മിടുക്കനാണ്, അവന്റെ വീട്ടിൽ മിടുക്കനായിരുന്നു. പക്ഷെ ഒരു ദിവസം മാനസികമായി നിലതെറ്റിയവൻ പിന്നീട് ജീവിതം ശവക്കോട്ടയില്ല. നല്ല വസ്ത്രം ധരിക്കുന്നില്ല. അവനെ മറ്റുള്ളവരെ കല്ലെറിഞ്ഞും തന്റെ ശരീരം കല്ലുകൊണ്ട് ഇടിച്ചും ശരീരം വേദനിപ്പിച്ചും ജീവിച്ചു പോകുന്ന ഒരുത്തൻ. അവന് തന്നെ കയ്പ. പക്ഷേ നാട്ടുകാരൊക്കെ തള്ളിക്കളഞ്ഞു. ഒരു അഡ്രസ് പോലും അവനില്ല, ആധാർ കാർഡില്ല, ഐഡന്റിറ്റി കാർഡില്ല, ഒരു കാർഡും അവനില്ല. അവൻ ആകെ ഉള്ളത് അവനെ നോക്കണോ, ശവക്കോട്ടയിൽ പോയാൽ മതി. അവൻ എവിടെ ഉണ്ടാകും? ശവക്കോട്ടയിൽ ഉണ്ടാകും. ഒരു അഡ്രസ്സും അവനില്ല. പക്ഷെ ഒരുവൻ വരുന്നുണ്ട്. അവന്റെ ജീവിതം തിരുത്താൻ കഴിയുന്ന ഒരുവനെ അവൻ മീറ്റ് ചെയ്തപ്പോ അവൻ കയ്പായിരുന്ന ദേശത്ത് അവൻ സുവിശേഷകനായി മാറിയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കയ്പായ ജീവിതങ്ങളെ മധുരമാക്കാൻ കഴിയുന്ന ദൈവം ജീവിക്കുന്നു.